ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിദ്യാധിരാജ ഈ വിദ്യാലയം പോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പോഷർ തരുന്ന, ഇങ്ങനെയുള്ള ട്രെയിനിങ് തരുന്ന വിദ്യാലയങ്ങളൊന്നും കേരളത്തിൽ വേറെയില്ല. നിങ്ങളിവിടെ കിട്ടുന്ന ഭാഗ്യമുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഡെവലപ്പ് ചെയ്യും. എന്നാൽ ഇന്ന് നിങ്ങളെ കെയർ ചെയ്യാൻ ഇവിടെ ട്രസ്റ്റിമാരുണ്ട്. ഞാൻ വന്ന് ഊണ് കഴിച്ച ശ്രീ വല്യത്താഞ്ചിയുടെ വീട്ടിലാണ്. അദ്ദേഹം പറയായിരുന്നു, നിങ്ങളെ നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തിന്റെ വീടൊക്കെ പണയം വെച്ചിട്ടാണ് സ്കൂൾ തുടങ്ങിയെന്നുള്ള കാര്യം പറയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ എത്ര പേർ കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ എത്ര പേര് കെയർ ചെയ്യുന്നുണ്ട്. തൊഴണ്ടേ അവരെ, വന്ദിക്കണ്ടേ അവരെ, വേണോ വേണ്ടയോ? ഒരു അഭിനന്ദനം അവർക്കൊക്കെ എപ്പോഴും ഉള്ളിലുണ്ടാവും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ ഇൻഡെപ്റ്റഡ് ടു ദം, കടക്കാരാണ് അവരോട്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഈ എൻവയറമെൻറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന പല ക്ലാസ്സിലല്ലാത്ത പല കാര്യങ്ങളും, പല ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ വിലമതിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്കറിയോ, നിങ്ങളിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പേര് വിദ്യാധിരാജാണ്. ആരാ വിദ്യാധിരാജ അറിയോ? ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിൽ 3 സൂര്യ തേജസ്സുകളായ ആചാര്യന്മാരുണ്ട്. ഒന്ന് ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ 8-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, തിരുവനന്തപുരത്ത് അദ്ദേഹം. തൊട്ടടുത്ത് തന്നെ നാരായണ ഗുരുദേവൻ. ഈ ഗുരുക്കന്മാരുടെയൊക്കെ പ്രഭാവം ഇന്നും ഈ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളുടെ പേരിൽ അനവധി സ്ഥാപനങ്ങളും അതുപോലെ ഹിന്ദുമത സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. എപ്പോഴും നമുക്കൊരു ഓർക്കാനുള്ളൊരു കാര്യം, സ്വാമി സ്വാമി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. കേട്ടിട്ടില്ലേ? വിവേകാനന്ദ സ്വാമികൾക്ക് ചിന്മുദ്ര എന്താണെന്ന് പഠിപ്പിച്ച മഹാഗുരുവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പം എത്രമാത്രം അന്ന് അദ്ദേഹം ജ്ഞാനിയായിരുന്നു, തപസ്വിയായിരുന്നു, അദ്ദേഹം ആദരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം. നിങ്ങളാരുടെയും ജീവിതം പാഴില്ലാവില്ല. അപ്പോൾ നമുക്കറിയണം, സയൻറ്റിഫിക്കലി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വാസ്തവത്തിൽ എന്തിനാണ് കുറേ സയൻസും മാത്സും ഇഷ്ടമില്ലാത്ത കുറേ വിഷയങ്ങൾ പഠിക്കാനും, ഇഷ്ടമില്ലാത്ത സ്കൂളിൽ പഠിക്കാനും, ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനാണോ ഭൂമിയിൽ വന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവുമോ ഇല്ലയോ? എനിക്ക് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലായത് ഞാൻ ഭഗവത്ഗീത എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഭഗവത്ഗീതയാണ് ഒരു വലിയ ഇൻസൈറ്റ് തന്നത്. ആ ഒരു ഭഗവത്ഗീതയുടെ ഇൻസൈറ്റിലാണ് ജീവിതം വെറുതെ പാഴിലാക്കരുത്. നമ്മൾ പറയും വെള്ളം പാഴിലാക്കരുത് അല്ലേ? അതുപോലെ ജീവിതം പാഴിലാക്കരുത്. നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ അറിയില്ലായിരിക്കും. ഇപ്പം നിങ്ങളിപ്പോഴേ ഒന്ന് പ്രയത്നിച്ചു തുടങ്ങിയാൽ ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന, ലോകത്തിൻ്റെ നെറുകയിലെത്താൻ കഴിയുന്നവരായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയില്ല നിങ്ങളെക്കുറിച്ച്. കാരണം ഓരോ കുട്ടികളും വളർന്നു വരുമ്പോൾ അവർക്കറിയില്ല ഹൗ ദേ ആർ ഗെറ്റിംഗ് മോൾഡഡ്. നമ്മളെങ്ങനെ അബ്ദുൽ കലാം സാറിനെ പോലുള്ളവർ ജനിച്ചത് കുഗ്രാമത്തിലാണ്. പക്ഷെ ഭാരതത്തിൻ്റെ സയൻസ്, ഒരു വലിയ സയൻറ്റിസ്റ്റ് എന്ന നിലയ്ക്കും DRDO അതുപോലെ ISRO മേഖലകളിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്ന ശാസ്ത്ര ഉപദേഷ്ടാവായും അവസാനം രാഷ്ട്രപതിയായും ഒക്കെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. അദ്ദേഹം പറയും, ഗുരുത്വം. ഈ ഗുരുത്വമാണ് നമ്മളൊക്കെ നേടാൻ പോകുന്നത്. വേണ്ടയോ? നാളെ അങ്ങനെ കയറി പോകുന്ന കുട്ടികളായി മാറണം. നിങ്ങൾ ഏത് മേഖലയിലായാലും വേണോ